ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ബോട്ടിലിലെ ലൈറ്റ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ചേക്കുന്നത് ബട്ടർഫ്ലൈയും ഫ്ലവേഴ്സും ഒക്കെയാണ്. അത് ഞാൻ ട്രേസ് എടുത്താണ് വരച്ചത്. എങ്ങനെയാണ് ഈസി ആയിട്ട് ട്രേസ് എടുക്കുന്നതെന്ന് കൂടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് വേണ്ട പിക്ചർ ഒരു പേപ്പറിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പെൻസിൽ വെച്ച് തന്നെ നിറച്ച് ഡാർക്കായിട്ട് ഇതുപോലെ കുത്തി വരച്ചിടണം. ഇനി ഈ പേപ്പർ കുപ്പിയുടെ മുകളിൽ വെച്ചിട്ട് ഒരു പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. നമുക്ക് കാർബൺ പേപ്പറൊക്കെ വെച്ച് വരയ്ക്കുന്ന പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ബട്ടർഫ്ലൈക്ക് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റും അത് വരയ്ക്കാനായിട്ട് തിന്നായിട്ടുള്ള ബ്രഷുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ പിക്ചർ കംപ്ലീറ്റ് വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. താഴത്ത് കുറച്ച് പുല്ല് പോലെയും കൂടി ഞാൻ എക്സ്ട്രാ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിന് മുകളിലായിട്ട് ഞാൻ ഗ്രീൻ കളറിലെ ഗിൽറ്റും ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് ഉണങ്ങിയിട്ട് ഗോൾഡൻ കളറിലെ മെറ്റാലിക് ഗോൾഡൻ കളറും കൂടി മുകളിൽ കൊടുക്കുന്നുണ്ട്. പേൾ മെറ്റാലിക് പിങ്ക് വെച്ചിട്ട് ബട്ടർഫ്ലൈയുടെ ചിറകിൻ്റെ താഴത്തും കൂടി ഞാൻ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.